സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി മോർണിംഗ് റുട്ടീൻ നോക്കാം, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നീറ്റ് ഒരു മന്ദതയിലാണ് കേട്ടോ നിൽക്കണത്. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തു. അപ്പം എൻ്റെ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്, ഇന്നലെ കുടിക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ അത് കുടിച്ച് തീർത്തു. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ മുടി മറ്റേ കോഴിക്കുട്ടികൾക്ക് കളറടിച്ചിട്ടുള്ള പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റൊരു ഗോൾഡൻ മഞ്ഞടിക്കില്ലേ കോഴിക്കുഞ്ഞുങ്ങൾക്ക്, ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് നമുക്കത് അത് നല്ല രസമാണ് കേട്ടോ സെറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അതെല്ലാം ഇങ്ങനെ കൂറ ലുക്കിൽ ആണെങ്കിൽ നല്ല വൃത്തിയോടുമാണ് കാണാനായിട്ട്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. പക്ഷെ അതെല്ലാം നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് നല്ല ഇതായിട്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്യാൻ വേണ്ട, നല്ല അഴിച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ വയ്ക്കുക. പോണിറ്റെയിലൊക്കെ ഇട്ടാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിരിക്കും, സെറ്റ് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്ക് വയ്ക്കാം കേട്ടോ. നമ്മൾ ബട്ടൺ ഇഡ്ലിക്കും വയ്ക്കുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ലിക്കും വയ്ക്കുന്നുണ്ട്. ബട്ടൺ ഇഡ്ലി ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ചായക്ക് വയ്ക്കാം, നമുക്ക് 2 ഗ്ലാസ് ചായക്കുള്ള വയ്ക്കാം, അമ്മയ്ക്കും ഏട്ടനും വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഞാനിങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിന്നെ പാലൊഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കടുപ്പം കിട്ടുന്നതാണ് പറയുന്നത്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ആറ്റാം കേട്ടോ. ഇങ്ങനെ നല്ലോണം പതയുള്ള ചായ നന്നായിട്ട് ആറ്റിയിട്ട് ആ പതയുള്ള ചായ അടിപൊളിയല്ലേ. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ നന്നായിട്ട് പതയുള്ള ചായ. ഏട്ടനും ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കുട്ടി ഗ്ലാസ്സും ഏട്ടന് വലിയ ഗ്ലാസ്സും. അമ്മ അധികം ചായ കുടിക്കാറില്ല. അങ്ങനെ ഇനി നമുക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അത് നന്നാക്കി വെച്ചതുണ്ട്, നിലത്തന്നെ നന്നാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഒന്ന് വഴറ്റിയിട്ട്, ഒരുപാട് നേരം വഴറ്റില്ല, ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കും. അതാണ് കേട്ടോ ഈ ഉള്ളിച്ചമ്മന്തിയുടെ പ്രത്യേകത. വെള്ളം ചേർക്കില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ചെറിയുള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചട്നി ആസ് യൂഷ്വൽ, തേങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അധികം വെള്ളം ചേർക്കില്ല. എഗെയിൻ ചട്നി ആണെങ്കിലും കുറച്ചൊരു കട്ടിക്കുള്ള ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുക. കുറച്ചൊരു കട്ട ചട്നി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആണ് നമ്മൾ താളിച്ചിടുക. ഇതെന്തായാലും കടുക് പൊട്ടിയിട്ട് കുറച്ച് ഉഴുന്നും പരിപ്പ്, കരിവേപ്പില, ചുവന്ന മുളക് ആയിട്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. പിന്നെ ചട്നി ചൂടാക്കില്ല. പക്ഷേ ഇതെടുത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, നമുക്ക് അപ്പം തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചട്നി റെഡിയാണ്. ഇഡ്ഡലി ഉണ്ട്, ബട്ടൺ ഇഡ്ഡലി ഉണ്ട്. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് കൊടുത്തു വിടാനായിട്ട് ബട്ടൺ ഇഡ്ഡലി ആവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇമ്മക്കുട്ടിക്ക് നമുക്ക് പനിയാരം പോലെ, പക്ഷേ അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഷേപ്പ് മാത്രം പനിയാരം പോലെ. അതായത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ലൈറ്റായിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ മാവ് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇത് നല്ല രസമാണ് വെറുതെ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ദോശയായിട്ട് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ മാവ് കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. അത് നല്ല ഇഷ്ടമാണ് എനിക്ക്. ആക്ച്വലി ഇതാണ് കൂടുതൽ ഇഷ്ടം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചട്നി കൂട്ടിയിട്ടാണെങ്കിലും പാൽ കൂട്ടിയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഒരുപാട് സമയം എടുക്കില്ല വേവാനൊന്നും. ജസ്റ്റ് സിമ്മിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടുക, അത്രയേ ഉള്ളൂ. ഹാർഡ്ലി ലൈക്ക് 2 to 3 മിനിറ്റ്സിലായിക്കോളൂ കേട്ടോ. അത് നമ്മുടെ ഇതിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഇതേ നമ്മൾ മറിച്ചിട്ടു. നന്നായിട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും പുറത്ത്. വെച്ചാൽ ഒരുപാട് ക്രിസ്പി അല്ല, നല്ല ഒരു ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടാവും പുറത്ത്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കുള്ള ഇഡ്ഡലിയും ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, അതെനിക്ക് കൊടുത്തുവിടാൻ ഒന്നും വെജിറ്റബിൾസും അങ്ങനത്തെ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സോസും പിന്നെ ക്യാരറ്റും ആണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ക്യാരറ്റും കുക്കുംബറും കൂടിയിട്ട് സാലഡ് ആക്കിയിട്ടാണ് കൊടുത്തു വിടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പനിയാരം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്, സ്കൂളിലേക്ക് ബട്ടൺ ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ഇന്ന് ഇമ്മക്കുട്ടിക്ക് പരിപാടിയുണ്ട്, ഗ്രൂപ്പ് സോങ് ആണ് ക്ലാസ്സിൽ. അപ്പോൾ അതിനായിട്ട് പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. അത് മേക്കപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിങ്ക് മേക്കപ്പ്, അതായത് പിങ്ക് ഐ ഷാഡോ, പിങ്ക് ലിപ്സ്റ്റിക്ക്, ലൈറ്റായിട്ടുള്ള ഹൈലൈറ്റർ, അങ്ങനത്തെ ഒരു സട്ടിൽ മേക്കപ്പ് ലുക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെയാണ് ഇമ്മക്കുട്ടി എന്ന് പറഞ്ഞത്. അതെ, ഐ ഷാഡോ ഇടണം അമ്മ, പിന്നെ ലിപ്സ്റ്റിക്ക് ഇടണം, പിന്നെ ബ്ലഷ് ഇടണം, പിന്നെ ഹൈലൈറ്റർ ഇടണം, ഐബ്രോസ് എഴുതണം, അങ്ങനത്തെ ഒരു സിമ്പിൾ ലുക്ക് മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരി ഇതാണോ സിമ്പിൾ ലുക്ക്? ഇതൊരു ഫുൾ ഓൺ മേക്കപ്പ് അല്ലേ. എന്തായാലും നമുക്ക് ഡാൻസിനൊക്കെ ചെയ്യണ പോലെ കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഐ ഷാഡോ ഒരു ക്രീസിലൊരു ഡാർക്ക് പിങ്കും, പിന്നെ ഇവിടെ എന്താ ഐലിഡ്സിൻ്റെ അവിടെ ഒരു ഷിമ്മറി പിങ്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐബ്രോസ് എഴുതുന്നുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. ഐബ്രോസ് എഴുതി കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ഒരു ലുക്കിനാണ് കേട്ടോ, ഇമ്മക്കുട്ടിക്ക് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഐബ്രോസ് എഴുതി കൊടുത്തപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അന്ന് ആദ്യമായിട്ട് ചെയ്തപ്പോൾ നമ്മൾ അധികം ഐബ്രോസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, കട്ടിക്ക്. ഇതിപ്പോൾ നല്ല കട്ടിക്ക് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂളി വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കുക കേട്ടോ. ഇമ്മക്കുട്ടി നല്ല ഉറക്കപ്പിച്ചിലാണ്, പിന്നെ നല്ല ജലദോഷമുണ്ട്, ചുമയുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വിങ് ലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ലൈറ്റായിട്ട്, അധികം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. പിന്നെ ലിപ്സ്റ്റിക്ക്, ബ്ലഷ് എൻവൈബയുടെ ബ്ലഷ് ഞാൻ എന്താ ചെയ്തിരിക്കണേന്ന് അറിയോ, ഇപ്പോൾ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് മേക്കപ്പ് ഐറ്റംസ്. കാരണം ഇപ്പോൾ ആവശ്യമുണ്ട്, കാരണം ഡാൻസ് പെർഫോമൻസസും പാട്ട്, അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ വേണമല്ലോ മേക്കപ്പ്. അതിനായിട്ട് ഞാനൊരു സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക്, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക്, അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേർപ്പിളിൻ്റെ ഹൈലൈറ്ററാണ്. അപ്പോൾ ഇത് ക്രീം ഹൈലൈറ്റർ ആയതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ നല്ല രസമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ല, കാരണം ഒന്നും ഇല്ലല്ലോ സ്കിന്നിൽ, ഒരു പ്രശ്നം ഹൈഡ് ചെയ്യാന്നുള്ളൊരു സാധനമേ വരുന്നില്ലല്ലോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കഴിഞ്ഞു. ഇനി ഷൂവും സോക്സും ഉണ്ട്. വൈറ്റ് സോക്സ്, ബ്ലാക്ക് ഷൂസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടത് ഇപ്പോൾ ബസ് വരാൻ സമയമുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്ര വരെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വെയിൽ കാരണം കണ്ണുറക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. എന്തായാലും നന്നായി വന്നിട്ടുണ്ട്, ടീച്ചർ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബസ്സിൽ കയറാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് റുട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഞാൻ 3 ദിവസം മുമ്പ് എടുത്തൊരു കുട്ടി വ്ളോഗ് ഉണ്ട്, അതും കൂടി കാണാം കേട്ടോ. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പാണ്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കുറേ നേരം എന്താ അരച്ച് കുറേ നേരം വെക്കണ്ടാവുമ്പോ പൊടിച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നത്. ഇതെന്തൊക്കെയാ, അരിപ്പൊടിയും പിന്നെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അത് അരച്ചു. ഇത് കുറച്ച് ഗോതമ്പ് പൊടി. അപ്പോൾ അരിപ്പൊടി എത്ര എടുത്തിട്ടുണ്ടാവും? 2 കപ്പ്. ഇത് അങ്ങനെയാണെങ്കിൽ 1/2 കപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ ഗോതമ്പ് പൊടി. എത്ര പഴ? 2 കപ്പ് അരി കുതിർത്തിട്ട് ഓക്കെ. ഇത് 2 കപ്പ് അരി കുതിർത്തി പൊടിച്ചതാണ്. 2 കപ്പ് അരി അത് കുതിർത്ത് വെച്ചിട്ട് പച്ചരി, എന്നിട്ട് നമ്മൾ ഇത് കുതിർത്തി വയ്ക്കുമല്ലോ, എന്നിട്ട് പൊടിക്കും. ഗോതമ്പ് അപ്പോൾ ഒരു 1/4 കപ്പ് കഷ്ടിയില്ലേ, അത്രേ ഉണ്ടാവുള്ളൂ. എത്ര പഴമാണ്? 2 പഴം. 2 റോബസ്റ്റ പഴം അരച്ചത് കേട്ടോ, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ, മധുരത്തിന് നമ്മൾ ശർക്കര ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിൽ ചേർക്കും. അരിച്ചിട്ട് നമ്മളതിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോൾ അതാണ് മധുരത്തിനുള്ളത്. പിന്നെ എന്താണല്ലേ, പിന്നെ എള്ള് അങ്ങനത്തെ, അല്ലാണ്ട് മെയിനായിട്ട് ഭയങ്കര സിമ്പിൾ അല്ലേ. അരിയും പഴവും ലേശം ഗോതമ്പും, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇനി പച്ചരി പൊടിച്ചതാണ് ഈ എടുക്കാൻ പറ്റുമോ? അരിപ്പൊടി എടുക്കാം. വെറുതെ അരിപ്പൊടി ഇട്ടെടുത്തൂടെ? വറുത്ത അരിപ്പൊടി എടുക്കാം. എന്നാൽ അതാ എടുത്താലും മതി കേട്ടോ. ഇതിങ്ങനെ എടുത്ത് പൊടിക്കാനൊക്കെ പാടുന്നു. നമുക്ക് വറുത്ത അരിപ്പൊടി അങ്ങനെ എടുത്താലും മതി. അങ്ങനെ എടുത്ത് 3 കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര പാനി ആയിട്ടുണ്ട്, നമുക്ക് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളിയുള്ള ഉപ്പ്. ഇതൊരു നുള്ളല്ല, കമ്പയറിങ് ടു ഓൾ ദീസ് ഇൻഗ്രീഡിയൻസ് ഇതൊരു ഉപ്പാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് പിന്നെ ചൂടുവെള്ളം വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിൻ്റെ ബാക്കി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കൺസിസ്റ്റൻസി ഇങ്ങനെ വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ മധുരം നോക്കിയിട്ടേ, ഇൻകേസ് മധുരം കുറവാണെങ്കിൽ ഒരു ശർക്കരയും കൂടി ഇങ്ങനെ പാനിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിയാൽ മതി. നമുക്ക് എന്തോ ഒരു ചെറുതായിട്ടൊരു കുറവുള്ള പോലെ. ശരിക്കും എനിക്കൊക്കെ പാകമാണ്, പക്ഷേ ഏട്ടനൊക്കെ നല്ല മധുരം ഇഷ്ടമാണ്, എസ്പെഷ്യലി ഉണ്ണിയപ്പത്തിലൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒരു ഇതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്, അത് എള്ള് തേങ്ങാക്കൊത്തൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വെക്കാൻ സമയമില്ലെങ്കിലോ
അപ്പൊ വയ്ക്കാൻ സമയമില്ലെങ്കിൽ 1 മണിക്കൂർ എങ്കിലും വെച്ചിട്ട് കുറച്ച് സോഡാപ്പൊടി ഉണ്ടാക്കാം. എന്നിട്ട് ഇത് കൊപ്രയല്ല, വെള്ളം പറ്റിയിരുന്നു. കൊപ്രനെ വേണമെന്നില്ല, തേങ്ങയാണെങ്കിലും മതി. പക്ഷേ കുറച്ച് നന്നായിട്ടുള്ള മൂത്ത തേങ്ങയാണ്. അത് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഈ എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് കഴിയുന്നത് തട്ടിയിടോ. അതുപോലെ ഇതെന്താണ്, ഏലക്കായും പഞ്ചസാരയും ചുക്കില്ല, ഏലക്കായും പഞ്ചസാരയും ജീരകവും. അത് പൊരിയലാന്ന് തോന്നുന്നു, മേടിച്ചിട്ട് വരട്ടെ. ജീരകവും വേഗം നാളായിട്ട് കുറച്ച്. അപ്പോൾ ഇത് നമ്മൾ എത്ര മണിക്കൂർ വെച്ച് കൂടെ ഉണ്ടാവും? 2 മണിക്കൂർ. അപ്പോൾ അത് ഒട്ടും പൊങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്താ ആഡ് ചെയ്യണേ? ഒരു നുള്ളു സോഡാപ്പൊടി ഇല്ലേ, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. അല്ല നമ്മൾ 8 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ഇത് ആവശ്യമില്ല അല്ലേ. ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം ആയതുകൊണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ആയതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, മുന്നേ ഇത് ആക്കി വെക്കരുത്. ഇനി നമുക്ക് ഈ മാവ് എന്താ ഈ ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് ഒഴിച്ച് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ അല്ല, പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്നാവില്ലേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഭയങ്കര അടിക്കട്ടിയുള്ള ഇതൊന്നും അല്ല കേട്ടോ, അത് സാധാ നോൺ സ്റ്റിക്കിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഉണ്ടാക്കിയെടുക്കണം. അത്രേ പറ്റുള്ളൂ. ഒരു ചെറിയ ഉണ്ണിയപ്പത്തിൻ്റെയാണ്. നമ്മൾ സ്ഥിരം പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. അതല്ലെങ്കിൽ തന്നെ വെറുതെ ദോശമാവ് കുട്ടിക്ക് ദോശയായിട്ട് ഉണ്ടാക്കണതിന് പകരം ഇതിലൊഴിച്ചാണ് ഉണ്ടാക്കുക. അതേപോലെ അപ്പത്തിൻ്റെ മാവാണെങ്കിലൊക്കെ ഇതിലൊഴിച്ച് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നല്ലോണം ഉപയോഗിക്കാം. അതിൽ നമ്മൾ ആമസോൺ മസ്റ്റ് ഹാവ് കിച്ചൺ ഐറ്റംസ് ഇല്ലേ, 10 കിച്ചൺ ഐറ്റംസ് അതിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ 3 എണ്ണം മറിച്ചിട്ടു കേട്ടോ. പെട്ടെന്ന് ആവണ്ടേ. ഇതേ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാട്ടോ, അതായിട്ടുണ്ട്. പെട്ടെന്ന് ആവണ്ട് കേട്ടോ. ഇപ്പൊ അടുത്ത സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുനാരം ഉണ്ണിയപ്പം ഉണ്ടാക്കിട്ടോ. ചെറുതൊക്കെ നല്ലോണം മുരിച്ചുണ്ടാക്കിയിട്ടുണ്ട്, ചെറുത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോ തന്നെ 4-5 എണ്ണം കഴിച്ചു. ഹലോ, അപ്പം നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഏട്ടന് കുറച്ച് ഒഴിവുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോരാന്ന്. സാധാരണ ഞാനും ഇവൻകുട്ടിയും കൂടെ പാർക്കിൽ പോവുകയും അല്ലെങ്കിൽ ക്ലാസ്സിന് പോവുകയും അങ്ങനെയൊക്കെയാണ് പതിവ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ ബീച്ചിൽ വരാറില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇമ്മ വെള്ളത്തിൽ കൊണ്ടുപോയി കളിപ്പിക്കാൻ ഭയങ്കര പാടാണ്, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. എൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല. ഓടിപ്പോകുമ്പോൾ പിന്നെ ആരെ പോയി പിടിച്ചു നിർത്താനൊക്കെ പാടാം. എനിക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി മറിഞ്ഞ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളമില്ലാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാനേ പറ്റില്ല അവിടെ. അപ്പോൾ ഏട്ടനും ഉമ്മയും കൂടി ബീച്ചിൽ കിടന്ന് കളിക്കാം. എനിക്ക് അങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് ഇഷ്ടമാണ് പൂളാണെങ്കിൽ. ഇനി ബീച്ചിലൊക്കെ കിടന്ന് കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെയും ഏട്ടനും കൂടി അവിടെ കളിക്കുന്നുണ്ട്. ഇത് ഉത്തോർഡ ബീച്ചാണ് കേട്ടോ. എത്ര ദിവസത്തിന് ശേഷമാണെന്ന് അറിയാം നമ്മളിവിടെ വരണേ. 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, ഒന്നുമല്ല 1 വർഷം, 1-2 വർഷമായിട്ടുണ്ടാവും. ഇടയ്ക്ക് കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ 1 തവണയോ അങ്ങനെയൊക്കെ വരണ്ടായിരുന്നു. നന്നായിട്ടില്ലേ? ആളുണ്ട് കേട്ടോ, അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. അവിടെ കളിക്കുന്നുണ്ട് ഈ കുട്ടിയായിട്ട്. ദാ അവിടെ കാണുന്നൊരു കുഞ്ഞു ബേബി, അവിടെ കാണുന്നൊരു കുഞ്ഞു ബേബിനെ കണ്ടോ? ബേബിയാണ്. ഡ്രസ്സൊക്കെ വന്നപ്പോൾ തന്നെ ഊരി മാറ്റി, അങ്ങനെ പോയി വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ നിറയെ ഡോഗ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഡോഗ്സ് അത്ര അഗ്രസീവ് അല്ല, ലൈക്ക് ഒരു പരിധി വരെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താവും, രാത്രിയാകുമ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. അപ്പം ഞാൻ ഇവിടെ ചുമ്മാ വൈബ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കുക, തിരയൊക്കെ എണ്ണിയിരിക്കുകയാണ്. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നല്ല അടിപൊളിയാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണത്.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അത്രയും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനൊപ്പം ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.